ക്രിസ്മസിനെ വരവേൽക്കാൻ വിപണികൾ സജ്ജമാക്കി വ്യാപാരികൾ. ക്രിസ്മസിന് 10 ദിവസം മാത്രം ബാക്കി നിൽക്കെ ആഘോഷങ്ങൾക്ക് നിറം പകരാൻ സംസ്ഥാനത്തെ വിപണികൾ സജീവമാകുമെന്ന പ്രതീക്ഷയിലാണ് വ്യാപാര മേഖല. തൃശൂർ ജില്ലയിലും സമീപ ജില്ലകളിലെയും പ്രധാന നഗരങ്ങളിലും ഗ്രാമങ്ങളിലും ക്രിസ്മസ് അലങ്കാര സാമഗ്രികളുടെ വിൽപ്പന നീങ്ങുകയാണ്. കഴിഞ്ഞ 2 ആഴ്ചയായി തദ്ദേശ തെരഞ്ഞെടുപ്പ് ചൂടിലായതിനാൽ റീറ്റെയിൽ വ്യാപാരം എല്ലായിടത്തും മന്ദഗതിയിലായിരുന്നു. ക്രിസ്മസ് നക്ഷത്രങ്ങൾ, അലങ്കാരങ്ങൾ, കേക്കുകൾ, സമ്മാനങ്ങൾ എന്നിവ വിപണി കീഴടക്കാൻ സജീവമായി. ഉണ്ണിയേശുവിന്റെ രൂപങ്ങൾ, വിവിധ വലുപ്പത്തിലുള്ള നക്ഷത്രങ്ങൾ, ട്രീ ഡെക്കറേഷനുകൾ, റെഡിമെയ്ഡ് പുൽക്കൂടുകൾ, സാന്താക്ലോസ് പ്രതിമകൾ, ഫൈബറും പ്ലാസ്റ്റിക് ഉപയോഗിച്ച് നിർമ്മിച്ച മഞ്ഞത്തുള്ളികൾ, പതിയുന്ന ക്രിസ്മസ് ട്രീകൾ, ആശംസാ കാർഡുകൾ, ചുവപ്പും വെള്ളയും നിറത്തിലുള്ള സാന്താക്ലോസ് വേഷങ്ങൾ, തൊപ്പികൾ എന്നിവയ്ക്കാണ് കൂടുതലായും ആവശ്യക്കാരുള്ളതെന്ന് കുന്നംകുളത്തെ വ്യാപാരി ഡിജു കല്ലുംപുറം പറഞ്ഞു. ഇത് 1.5 അടി മുതൽ 8 അടി വരെയുള്ള ട്രീകളുണ്ട്. 50-ൽ പരം സ്റ്റാറുകളും ഉണ്ട്. പിന്നെ LED ബൾബ്, നിയോണാണ് ഇപ്പോഴത്തെ ഈ കൊല്ലത്തെ തരംഗം. സ്റ്റാറുകൾ തന്നെ ഒരുപാട് മോഡലുണ്ട്. പിന്നെ പപ്പാനി ഡ്രസ്സുകള്, ഗിൽറ്റ് മാലകള്, അങ്ങനെ ഒത്തിരി വെറൈറ്റികളാണ് ഈ പ്രാവശ്യം ഞങ്ങൾ കാഴ്ചവെക്കുന്നത്. ചൈനയിൽ നിന്നെത്തിക്കുന്ന നിയോൺ നക്ഷത്രങ്ങൾ, LED മാൻ രൂപങ്ങൾ, ബെല്ലുകൾ തുടങ്ങിയ അലങ്കാര വസ്തുക്കളും വിപണിയിലുണ്ട്. തൃശൂർ, കുന്നംകുളം, എറണാകുളം എന്നിവിടങ്ങളിലെ മൊത്ത വ്യാപാരികൾ ചൈനയിൽ നിന്നും കണ്ടെയ്നർ മാർഗം അലങ്കാര സാമഗ്രികൾ എത്തിച്ച് സംസ്ഥാനത്തെ വിവിധ ജില്ലകളിലേക്ക് വിതരണം ചെയ്യുകയാണ് രീതി. കൂടാതെ വീടുകളിലും LED ലൈറ്റ് നിർമ്മാണം ധാരാളം നടക്കുന്നുണ്ട്. വീടുകൾ അലങ്കരിക്കാൻ ആവശ്യമായ ലൈറ്റുകൾ, സാന്താക്ലോസിന്റെ സമ്മാന പൊതികൾ, റെഡിമെയ്ഡ് സെറ്റുകൾ എന്നിവയും വിപണിയിൽ ലഭ്യമാണ്. ബെൽ ശബ്ദവും ക്രിസ്മസ് ഗാനങ്ങളും ഒരുമിച്ച് പ്രവർത്തിക്കുന്ന സംവിധാനങ്ങളും ഇത്തവണത്തെ പുതുമകളിലൊന്നാണ്. ഗൃഹാതുരത്വം വളർത്തുന്ന വെളിച്ചക്കൂടിനും ആവശ്യക്കാർ ഏറെയാണ്. പഴയകാലത്തെ ചിരാതുകൾ, മെഴുകുതിരി എന്നിവ ഉപയോഗിച്ചാണ് ഇവ പ്രകാശിപ്പിക്കുന്നത്. ഇപ്പോൾ LED മെഴുകുതിരിയിൽ വെളിച്ചക്കൂടിൽ വെക്കാമെന്നതിനാൽ ആവശ്യക്കാർ ഏറെയാണെന്ന് അരിമാർക്കറ്റിലെ സെയിൽസ്മാൻ സനൽ പറഞ്ഞു. പഴയകാലത്തെ ആൾക്കാരെ ഇപ്പോൾ ഇത് വീണ്ടും പുതിയ മോഡലില് പുതിയ യുഗത്തിലായിട്ട് ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. വെളിച്ചക്കൂട് പണ്ടതിനകത്ത് മെഴുകുതിരി കത്തിച്ച് നടത്തിയായിരുന്നു. അന്ന് ലൈറ്റുകൾ കുറവായിരുന്നു. ഇന്നിപ്പോൾ CFL ബൾബുകൾ, ചെറു ചിരാതുകൾ എന്നിവ കത്തിച്ച് നമുക്കിത് ആഘോഷിക്കാം. കേക്കുകളുടെ നിർമ്മാണ കമ്പനികളും ചെറുകിട ബേക്കറികളും ഒരുങ്ങിക്കഴിഞ്ഞു. വിവിധ നിറത്തിലുള്ള LED നക്ഷത്രങ്ങൾ 150 രൂപ മുതൽ 2000 രൂപ വരെയാണ് വില. പേപ്പർ നക്ഷത്രങ്ങൾക്ക് 100 രൂപ മുതൽ 500 രൂപ വരെ വിലയുണ്ട്. ത്രിമാന രൂപത്തിലുള്ള നക്ഷത്രങ്ങൾക്കാണ് കൂടുതൽ ഉപഭോക്താക്കൾ ആവശ്യപ്പെടുന്നത്. പ്ലാസ്റ്റിക്, മൾട്ടിവുഡ്, മരത്തടി എന്നിവയിൽ നിർമ്മിച്ച പുൽക്കൂടുകൾ വിപണിയിൽ ലഭ്യമാണ്. പ്ലാസ്റ്റിക് പുൽക്കൂടുകൾക്ക് 680 രൂപ മുതൽ വിലയുള്ളപ്പോൾ മരത്തിൽ നിർമ്മിച്ചവ 350 രൂപയിൽ മുതൽ ആരംഭിക്കുന്നു. കൈപ്പിടിയിൽ ഒതുങ്ങുന്നത് മുതൽ 6 അടി ഉയരം വരെയുള്ള ക്രിസ്മസ് ട്രീകൾക്ക് മികച്ച ആവശ്യക്കാരാണ്. 250 രൂപ മുതൽ 800 രൂപ വരെ വിലയാണ് വില. ദേവാലയങ്ങളിൽ നടക്കുന്ന ക്രിസ്മസ് റോഡ് ഷോ ആഘോഷങ്ങൾ വിപണിക്ക് ഉണർവേകുമെന്ന പ്രതീക്ഷയുണ്ടെങ്കിലും തിങ്കളാഴ്ച മുതൽ ക്രിസ്മസ് പരീക്ഷ തുടങ്ങുമെന്നതിനാൽ ഗ്രാമങ്ങളിലെ കുട്ടികളിലെ ചെറിയ കരോൾ സംഘങ്ങൾ കുറവാകുമെന്നത് ചെറുകിട വ്യാപാരികൾക്ക് തിരിച്ചടിയാണ്. 23-ന് ക്രിസ്മസ് സ്കൂൾ അവധി തുടങ്ങുന്നതും അവധി കഴിഞ്ഞ് ജനുവരി 5-ന് സ്കൂൾ തുറക്കുന്നതും ചെറുകിട വ്യാപാര മേഖലയ്ക്ക് കനത്ത നഷ്ടമാണെന്ന് കച്ചവടക്കാർ പറഞ്ഞു.